കണ്ണൂർ ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ ശോചനീയമായ വീടുകൾ നവീകരിക്കാൻ പ്രത്യേക പദ്ധതി വേണമെന്ന് ആവശ്യം. മന്ത്രി ഒ.ആർ. കേളുവിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന SC/ST പിന്നോക്ക വിഭാഗ വികസന വകുപ്പുകളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളിയും മറ്റ് MLA മാരുമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. 2017 തുടങ്ങിയ പള്ളിപ്പുറം വലിയന്നൂർ അംബേദ്കർ ഗ്രാമം പ്രവൃത്തി 60% മാത്രമേ പൂർത്തീകരിച്ചുള്ളൂവെന്ന് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി യോഗത്തിൽ പറഞ്ഞു. മുണ്ടേരി നിലപ്പനക്കുന്ന് അംബേദ്കർ ഗ്രാമം പ്രവൃത്തി തുടങ്ങി. താണ പ്രീ മെട്രിക് ഹോസ്റ്റലിന് പുതിയ കെട്ടിടം നിർമ്മിച്ചുവെങ്കിലും പഴയ കെട്ടിടം പൊളിച്ചു നീക്കാത്തതിനാൽ ബുദ്ധിമുട്ട് നേരിടുന്നു. പലയിടങ്ങളിലും വീടുകളുടെ അവസ്ഥ ഏറെ ശോചനീയമാണെന്ന് MLA മാർ ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി വീടുകൾ നവീകരിക്കണം. കുടിവെള്ളം, കക്കൂസ് സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത വീടുകളുണ്ട്. ആറളം പുനരധിവാസ മേഖലയിലെ വീടുകളുടെ സ്ഥിതി മോശമാണ്. ഇത്തരം വീടുകൾ നവീകരിക്കാനും ബൃഹത് പദ്ധതി തയ്യാറാക്കണമെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടു. പേരാവൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഴീക്കോട് മണ്ഡലത്തിലെ കല്ലടത്തോട് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ നടപടി വേണമെന്ന് KV സുമേഷ് MLA ആവശ്യപ്പെട്ടു. ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ച പ്രീ മെട്രിക് ഹോസ്റ്റൽ നിർമ്മാണത്തിനുള്ള തുടർ നടപടികൾ ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി വേണമെന്ന് KP മോഹനൻ MLA പറഞ്ഞു. ഇതിനായി വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാക്കണം. ഊരുകൂട്ടങ്ങൾ ഫലപ്രദമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുവാദം കിട്ടാത്തതിനാൽ പട്ടുവം മുതുകുട അംബേദ്കർ ഗ്രാമ പദ്ധതി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് വിജിൻ MLA പറഞ്ഞു. പട്ടുവം MRSൽ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് നടപടി വേണം. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള വീടുകളുടെ എണ്ണത്തിന്റെ നിബന്ധനയിൽ കുറവ് വരുത്തണം. വീടുകളുടെ എണ്ണം കുറവാണ് എന്ന കാരണത്താൽ പല നഗറുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അംബേദ്കർ ഗ്രാമം പോലുള്ള പദ്ധതികളിൽ പൊതുസൗകര്യങ്ങൾ ഒരുക്കാൻ SC/ST നഗറുകളിലെ സ്ഥലപരിമിതി തടസ്സമാവുന്നതായി അഡ്വക്കേറ്റ് സജി ജോസഫ് MLA ചൂണ്ടിക്കാട്ടി. നഗറുകളോട് ചേർന്ന് സ്വകാര്യ സ്ഥലങ്ങൾ വില കൊടുത്ത് വാങ്ങാനുള്ള സംവിധാനം ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകാൻ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആരംഭിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പട്ടിക വിഭാഗ പ്രൊമോട്ടർമാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.